എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ നമ്മൾ രാവിലെ തന്നെ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതേ നമ്മുടെ വണ്ടി സ്റ്റാർട്ടിങ് ഇട്ടിട്ടാണുള്ളത്. അതേപോലെ നമ്മുടെ ഓരോ വണ്ടികളായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. മുകളിലൊക്കെ കണ്ടോ, ഫുള്ള് നല്ല കോട മഞ്ഞൊക്കെ വന്ന് ഇറങ്ങുന്നൊരു കാഴ്ചയാണ്. അപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ക്ലസ്റ്റർ. ഇത് ഇവിടെ സ്റ്റോപ്പ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ എയർ കുറവാണ് നമ്മുടെ വണ്ടിയിൽ. അപ്പൊ ഇനി എയറൊക്കെ ഒന്ന് കയറണം, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഇത് നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഓരോ വണ്ടികളിപ്പോൾ ഇതേപോലെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇട്ട് എയറൊക്കെ കയറ്റി കണ്ടോ, വണ്ടിയുടെ വീലൊക്കെ ഒന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്, ബ്രേക്കൊക്കെ ചവിട്ടിയിട്ട്. ഇപ്പൊ ഒരു മനോഹരമായൊരു സ്ഥലത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ക്രഷറും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. നമ്മളെന്തായാലും ഓരോരുത്തരായിട്ട് ഇനിയിപ്പോൾ ലോഡ് എടുത്ത് ഇവിടുന്ന് പോകണം. അപ്പം അതിൻ്റെ പരിപാടിയിലാണ്. അപ്പം നമ്മുടെ വണ്ടിക്കകത്തോട് ലോഡ് കയറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ മുകളിൽ മൊത്തം ലെതറായി കഴിഞ്ഞു കേട്ടോ. നമ്മുടെ ലോഡർ ഇതാ മറ്റൊരു വണ്ടിയിലോട്ട് ഇങ്ങനെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ ലോഡൊക്കെ കയറ്റി ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി നമ്മൾ കുറച്ച് ഓടിതേ. ഇപ്പോൾ വണ്ടി ഇവിടെ സൈഡാക്കി വെച്ചിരിക്കുകയാണ്. സംഭവം സ്കൂൾ ടൈമാണ് കേട്ടോ. നമുക്കിന്ന് ലോഡ് കിട്ടിയിരിക്കുന്നത് വളാഞ്ചേരിക്കാണ്. അപ്പോൾ പോകുന്ന വഴി നമ്മൾ സൈഡാക്കിയ സ്ഥലം കണ്ടോ, ഒരു വലിയൊരു വളവിലാണ്. ഓട്ടോറിക്ഷയൊക്കെ ഇതേ കയറ്റൊക്കെ കയറി പോകുന്നുണ്ട്. അപ്പം നമ്മൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഈ റൂട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ. നമ്മുടെ അനീഷ് ചേട്ടൻ്റെ കുറേ കാലം മുമ്പ്, ഏകദേശം ഒരു 5-6 കൊല്ലം മുമ്പ്, വർഷം മുമ്പ് ഇതുവഴി പോയതാണ്. അപ്പോൾ റോഡ് ഇത് ഇത്രത്തോളം ഒന്നും സെറ്റപ്പ് ആയില്ലായിരുന്നു. ഇപ്പം നല്ല അടിപൊളി റോഡാണ്. ഇത് ഇവിടെ ഒരു ജീവന്റെ പമ്പൊക്കെ ഉണ്ട്. നല്ലൊരു സെറ്റപ്പ് റോഡ്, പക്ഷെ നല്ല വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിലായിട്ട് മൊത്തം ഇന്റർലോക്കൊക്കെ വെച്ച് സെറ്റപ്പ് ആക്കിയിരിക്കുകയാണ്. അപ്പം നമ്മളിങ്ങനെ മഞ്ചേരി ഭാഗത്തൂടെ ഇങ്ങനെ പോവാണ്. മഞ്ചേരി ടൗണൊക്കെ ഇപ്പം കഴിഞ്ഞു. അപ്പം ഈ റോഡൊക്കെ ഇപ്പോൾ ഒന്ന് മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇത്ര നേരം വന്നത് നമ്മുടെ ശ്രീധന്യ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ റോഡിലായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഒരു വലിയ ടൗൺ തന്നെയാണ് കേട്ടോ നമ്മുടെ മഞ്ചേരി. ഇതേ ഫ്രണ്ടിലായിട്ട് ഈ ഒരു നല്ലൊരു സെറ്റപ്പ് ബിൽഡിംഗ് ഒക്കെ കാണാം. അപ്പൊ നമ്മൾ പോകുന്ന വഴിക്ക് ഏതോ ഒരു പാലത്തിന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. ഇതേ നല്ല ഹൈറ്റൊക്കെ ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ കുറവാണ്, എന്നാലും നല്ലൊരു മനോഹരമായൊരു കാഴ്ചയാണ് ഇവിടുന്ന് നോക്കുമ്പോൾ. വീതി നല്ല രീതിയിൽ കുറവാണ് കേട്ടോ ഈ പാലത്തിന്. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള റോഡ് വളരെ മോശമായിട്ടുള്ള റോഡ് തന്നെയാണ്. കാരണം മൊത്തം പേച്ച് വർക്ക് ചെയ്ത് കുണ്ടും കുഴിയൊക്കെ തന്നെയാണ്. നമ്മുടെ വണ്ടി ഇപ്പൊ ചാടിയാണ് കേട്ടോ പോകുന്നത്. മൊത്തം പേച്ച് വർക്ക് ചെയ്ത റോഡാണ്. ഇവിടെയൊക്കെ കണ്ടോ, മൊത്തം കൃഷിക്കാർ വയലിൽ പണിയെടുക്കുന്ന ഒരു കാഴ്ച കാണാം. അപ്പൊ നമ്മൾ ഏതാണ്ട് മഞ്ചേരിയൊക്കെ കഴിഞ്ഞ് കുറേ മുന്നിലോട്ട് എത്തി കേട്ടോ. അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളിവിടെ ലോഡ് തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെ നമ്മുടെ കമ്പനിയുടെ വർക്കാണേ.
ഇപ്പോൾ റോഡിൻ്റെ സൈഡിലായിട്ട് മൊത്തം ഐറിഷിൻ്റെ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. മൊത്തം കോൺക്രീറ്റ് ചെയ്യണം. അതിൻ്റെ മെറ്റീരിയൽസാണ് നമ്മളിവിടെ കൊണ്ടുവന്ന് തട്ടുന്നത്. റോഡൊക്കെ തട്ടി മെസ്സിൽ പോയി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഈ കാണുന്ന ഇവിടെയാണ് മെസ്സ്. നമ്മുടെ വണ്ടി ഇത് ഇവിടെ നിൽപ്പുണ്ട്. ചെറുതായിട്ട് മഴയൊക്കെ പെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മളെന്തായാലും ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഈ സൈഡിലൊക്കെ മൊത്തം ആൽമരങ്ങളാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയാണ്. രണ്ട് സൈഡിലായിട്ട് മൊത്തം ആൽമരം. അപ്പോൾ ഈ റോഡിന്റെ വർക്കൊക്കെ നമ്മുടെ കമ്പനിയാണ് കേട്ടോ ഏറ്റെടുത്ത് നടത്തുന്നത്. സൈഡിലൊക്കെ കണ്ടോ മണ്ണൊക്കെ ഇട്ട് റെഡിയാക്കി വരുന്നുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഐറിഷിന്റെ പരിപാടി ചെയ്യാനുണ്ട്. അപ്പോൾ പോകുന്ന വഴി ഇതേ നമ്മളൊന്ന് പമ്പിൽ കയറിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിക്കകത്തോട്ട് ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരേൻ്റെ പമ്പാണ് കേട്ടോ. നമ്മളങ്ങനെ ഡീസലൊക്കെ അടിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പോകുന്ന വഴികളൊക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഒരു ചുരം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മലയുടെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഇതാ കണ്ടോ ചുരമൊക്കെ കയറി എങ്ങനെ പോവാണ്. സൈഡിലേക്ക് ഇത് നല്ലൊരു വ്യൂ ആണ്. ദൂരെയായിട്ട് ഒരുപാട് മലനിരകളൊക്കെ കാണാം. അപ്പൊ നമ്മുടെ അനീഷേട്ടൻ കാര്യമായിട്ടുള്ള വണ്ടി ഓടിക്കൽ തന്നെയാണ്. ഇവിടുന്നൊക്കെ കാണുന്ന വ്യൂ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇതേ കണ്ടോ വലിയൊരു കിടങ്ങാണ് നമ്മുടെ സൈഡിലായിട്ട് കാണുന്നത്. അപ്പൊ നമ്മൾ പോകുന്ന സ്ഥലമൊക്കെ നോക്കിയേ, വലിയൊരു മലയുടെ മുകളിലൂടെയാണ് പോകുന്നത്. തൊട്ടടുത്തൊക്കെ ദേ ഇഷ്ടംപോലെ മലനിരകളൊക്കെ കാണാം. അപ്പൊ ഈ കാണുന്നതൊക്കെ നമ്മുടെ കമ്പനിയുടെ വർക്കാണ്. ഇപ്പൊ ഏതാണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തി നിൽക്കുകയാണ് ഈ വർക്കൊക്കെ. ഇത് അങ്ങാടിപ്പുറത്ത് നിന്ന് നമ്മുടെ വളാഞ്ചേരിക്ക് പോകുന്ന റോഡാണ്. നമ്മളിപ്പോ ഇതാ MES മെഡിക്കൽ കോളേജിന്റെ ഫ്രണ്ടിലായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ മെഡിക്കൽ കോളേജ് വരുന്നത് ഒരു വലിയൊരു മലയുടെ മുകളിലാണ്. ഇത് കണ്ടോ മെഡിക്കൽ കോളേജിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് നല്ല അടിപൊളി ഒരു വ്യൂ ഉള്ളൊരു ഏരിയ ആണ്. കണ്ടോ ഇവിടുന്ന് കാണുന്ന ഒരു വ്യൂ ഒരു രക്ഷയില്ലാത്തൊരു അപാരമായ ഒരു വ്യൂ തന്നെയാണ്. മൊത്തം പച്ചപ്പായിട്ടുള്ളൊരു വലിയൊരു മലയുടെ സൈഡിലൂടെയാണ് നമ്മുടെ പോക്ക്. നമ്മൾ കയറി വന്ന ചുരങ്ങളൊക്കെ ഇതേ നമ്മൾ ഇറങ്ങിപ്പോവാണ്. മുന്നിൽ നോക്കുകയാണെങ്കിൽ ഒരു രക്ഷയിലത്തെ ആകാശവും അതുപോലെ തന്നെ അടിപൊളി വ്യൂ തന്നെയാണ്. കയറി വന്ന ചുരങ്ങളൊക്കെ ഞങ്ങളിപ്പോൾ ഇറങ്ങി വീണ്ടും നമ്മുടെ പ്ലാന്റിലോട്ട് വെച്ച് പിടിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഇതേ ഒരു ചേച്ചി സ്കൂട്ടി എടുത്ത് പോകുന്നുണ്ട്. വണ്ടി സ്ലോ ആയ അന്നേരം ചേച്ചി ഇതേ കാല് രണ്ടും എടുത്ത് പുറത്തിടും. നോയിക്കോളെ ഇപ്പൊ കാല് വരാനുള്ള സാധ്യതയുണ്ട്. അതേ താത്തി. അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് വലിയൊരു സേഫ്റ്റി ഉള്ള കാര്യമല്ല കേട്ടോ. അപ്പൊ കുറച്ച് സ്പീഡായി കഴിഞ്ഞാൽ ചേച്ചി വീണ്ടും കാലെടുത്ത് വീണ്ടും മുകളിലേക്ക് വെക്കും. ഇതാണ് അവസ്ഥ. അപ്പൊ പല ആളുകളും ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു സേഫ്റ്റി ഇല്ലാത്ത പോക്കാണ്. വണ്ടിയുടെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാല് വല്ല കുണ്ടിലോ കല്ലിലോ പോയിട്ട് തട്ടാനും സാധ്യതയുണ്ട്. നമ്മളെന്തായാലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. റോഡ് കുറച്ച് മോശമാണ് കേട്ടോ. മൊത്തം കുണ്ടും കുഴിയൊക്കെയാണ്. മഴക്കാരൊക്കെ വന്നു തുടങ്ങി. മൊത്തം ഇരുട് പിടിച്ചിട്ടാണുള്ളത് ഇപ്പോൾ. സുഹൃത്തുക്കളെ പോകുന്ന വൈകിതേ നല്ല അടിപൊളി ഒരു കാഴ്ചതേ കണ്ടോ. മലയുടെ മുകളിൽ കാണുന്നേ ഇല്ല. മൊത്തം കോട മഞ്ഞാൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ വീണ്ടും മഞ്ചേരി ടൗണിലായിട്ട് എത്തിയിട്ടുണ്ട്. ഇത് മഞ്ചേരിയുള്ളൊരു തിയേറ്ററാണ് ഈ സൈഡിൽ കാണുന്നത് കേട്ടോ. ശ്രീദേവി തിയേറ്റർ.
അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ ഈ ടൗണിലുണ്ട്. ഇതുവരെ കുണ്ടും കുഴിയുള്ള റോഡായിരുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമ്മുടെ ശ്രീധന്യയുടെ റോഡാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോവാം. അങ്ങനെ വീണ്ടും ക്രഷറിലെത്തിയിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ അതെ, നമുക്ക് നമ്മുടെ വണ്ടി ലോഡാക്കാം. ഓരോ വണ്ടികളായിട്ട് ഇതേ ലോഡാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകുന്ന കാഴ്ച കാണാം. ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതൊക്കെ നമ്മളങ്ങനെ സൈറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ സൈറ്റ്. ലോഡൊക്കെ തട്ടിക്കഴിഞ്ഞു. നമ്മുടെ വണ്ടി ഇവിടുന്ന് വളക്കേണ്ട പരിപാടിയിലാണ്. അപ്പോൾ നമ്മളെന്തായാലും ലോഡൊക്കെ തട്ടി വണ്ടിയൊക്കെ വളച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ നമ്മൾ തട്ടി GSB ഇതാ നമ്മുടെ ഗ്രേഡർ ഇവിടുന്ന് ലെവലായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഓമശ്ശേരിക്കടുത്ത് പുത്തൂരാണ് കേട്ടോ ഈ സ്ഥലം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞ് സൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇതേ ഒരു മര ലോറി ഇതുവഴി കടന്നു പോകുന്നുണ്ട്. അടിപൊളി ഒരു ലുക്കാണ് കേട്ടോ. ഒരു മോഹൻലാലിൻ്റെ നമ്മുടെ ഷിക്കാർ പടം കണ്ടൊരു ഫീലിങ്. അപ്പം നമ്മളെന്തായാലും ക്രഷറിലോട്ടുള്ള റോഡ് കയറിയിട്ടുണ്ട്. ഓരോ വണ്ടികളായിട്ട് ഇതേ ലോഡൊക്കെ തട്ടി ക്രഷറിലോട്ട് പോകുന്നുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ മൊത്തം ലോഡും കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ രാവിലെ ലോഡുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇന്നത്തെ ഊണും ഉറക്കവും ഒക്കെ നമ്മുടെ ക്രഷറിലാണ്. അവിടേക്ക് അങ്ങനെ വെച്ച് പിടിക്കുകയാണ്.